നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച 200 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന്റെയും സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ദേശീയപാതയിൽ വാടാനപ്പള്ളി ഉപ്പുപടന്ന ഭാഗത്ത് സർവീസ് റോഡും നടപ്പാതയും യാഥാർത്ഥ്യമാകുന്നു. റോഡ് തകർച്ചയ്ക്കെതിരെ നാട്ടികയിൽ കോൺഗ്രസ് പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. 3 കോടി രൂപ വിനിയോഗിച്ച് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച 200 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന്റെയും സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10-ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് സി മുകുന്ദൻ എം.എൽ.എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ സി മുകുന്ദൻ എം.എൽ.എ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ് മുഖ്യാതിഥിയാവും. വാർത്താസമ്മേളനത്തിൽ സി മുകുന്ദൻ എം.എൽ.എയോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് എം.എസ്. സ്മിത, പ്രധാനാധ്യാപിക പി.എച്ച്. ഷെരീഫ, പി.ടി.എ പ്രസിഡന്റ് യു.കെ. ഗോപാലൻ എന്നിവർ പങ്കെടുത്തു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വാടാനപ്പള്ളി ഉപ്പുപടന്ന പ്രദേശത്ത് താമസിക്കുന്ന 80ഓളം കുടുംബങ്ങൾക്ക് സർവീസ് റോഡും കാൽനട യാത്രക്കാർക്ക് ഹൈവേക്ക് മുകളിലൂടെയുള്ള നടപ്പാതയും യാഥാർത്ഥ്യമാകുന്നു. മണലൂർ എം.എൽ.എ മുരളി പെരുന്നെല്ലിയും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും ദേശീയപാത ഉദ്യോഗസ്ഥരുമായി നിരവധി തവണ ചർച്ച നടത്തുകയും അതിനെ തുടർന്ന് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സ്ഥലം സന്ദർശിക്കുകയുമുണ്ടായി. പിന്നീട് അതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ദേശീയപാത ഉദ്യോഗസ്ഥരെ നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും പ്രവൃത്തി നടക്കാത്തതിനെ തുടർന്ന് നിയമസഭയിൽ ഈ വിഷയം ചോദ്യോത്തര വേദിയിൽ മണലൂർ എം.എൽ.എ മുരളി പെരുന്നെല്ലി ഉന്നയിക്കുകയുണ്ടായി. മറുപടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചു. ഇത് തുടർന്ന് വെള്ളിയാഴ്ച നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാർ കമ്പനി അധികൃതരും സ്ഥലം സന്ദർശിക്കുകയും ഉപ്പുപടന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് സർവീസ് റോഡ് നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതാണെന്നും കൂടാതെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് ഹൈവേയുമായി കൂടിച്ചേരുന്ന ചേലോട് ഭാഗത്ത് കാൽനട യാത്രക്കാർക്ക് ഹൈവേ മുറിച്ച് കടക്കുന്നതിന് മേൽപ്പാലം കൂടി പുതിയതായി അനുവദിച്ചിട്ടുണ്ടെന്നും വിശദീകരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസിയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേഷ്, ജൂനിയർ സൂപ്രണ്ട് ബിനോയ്, CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, ഗിരീഷ് മാത്തുക്കാട്ടിൽ, P.T. കരുണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. റോഡുകളെല്ലാം കാലങ്ങളായി ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം തകർന്നു സഞ്ചാരയോഗ്യമില്ലാതെ കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക 1-ാം വാർഡ് കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ മെമ്പർമാരെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രാദേശികമായി ആ വാർഡിലൂടെ യാത്ര ചെയ്യുന്ന ആ പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പ്രാദേശിക സമരത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിക പഞ്ചായത്തിലെ ഈ വാർഡിൽ താമസിക്കുന്ന ആളുകൾ നിരന്തരമായി ഈ റോഡ് ഉപയോഗിക്കുന്ന ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിന് ഇന്ന് രൂപം നൽകുക. ഇതൊരു തുടക്കമാണ്. പ്രാദേശിക സമരം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ തീർച്ചയായും ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ വാർഡിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. അതിന് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി നേതൃത്വം നൽകും. അതിൻ്റെ ഭാഗമാണ് ഇന്ന് നാട്ടിക മണ്ഡല പഞ്ചായത്തിലെ ഈ വാർഡിൽ ഇത്തരത്തിലുള്ള സമരപരിപാടിക്ക് രൂപം നൽകിയത്. കോൺഗ്രസ് 1-ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പുഷ്പ കുട്ടൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സിദ്ധപ്രസാദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, 1-ാം വാർഡ് മെമ്പർ KR ദാസൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, ബാബു പനയ്ക്കൽ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് AK വാസൻ, കർഷക കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സുബ്രഹ്മണ്യൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ് എന്നിവർ സംസാരിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് മറൈൻ ബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ നാട്ടിക സ്വദേശി സ്നേഹ ആൻഡ്രൂസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു.
KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ സ്നേഹ ആൻഡ്രൂസിന്റെ വസതിയിലെത്തി പൊന്നാട അണിയിച്ചും മെമന്റോ നൽകിയും ആദരിച്ചു. അപൂർവമായ ഈ പ്രദേശത്ത് അപൂർവമായൊരു കാര്യമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞത് തന്നെ വലിയ വെല്ലുവിളിയാണ്. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് പഠിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം എല്ലാവരും നന്നായി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന് പുതിയ ആധുനിക സംവിധാനങ്ങളും ആധുനികമായ സാഹചര്യമൊക്കെ വലിയ സഹായകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്ന ഒരു കാലത്ത് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അഭിനന്ദാർഹമായ കാര്യമാണ്. സ്നേഹയുടെ സന്തോഷത്തിലും സ്നേഹയെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇനിയും പഠിക്കാൻ തന്നെയാണ് സ്നേഹ ഒരുങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും വേറെ മുന്നോട്ട് പോകാൻ സ്നേഹയ്ക്ക് കഴിയണം. ചടങ്ങിൽ നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ VD സന്ദീപ്, AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, മധു അന്തിക്കാട്, PV സഹദേവൻ, അജിത് പ്രസാദ്, സ്നേഹയുടെ കുടുംബാദികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയ തങ്കത്തിളക്കമുണ്ട്, പത്തര മാറ്റുണ്ട്. പല ഡോക്ടറേറ്റുകളും നമ്മുടെ നാട്ടിൽ പല പ്രഗത്ഭരായ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? ചങ്ങമ്പുഴയാണോ വൈലപ്പള്ളിയാണോ എന്നറിയാത്ത, വാഴക്കൊലയാണോ തേങ്ങക്കൊല എന്ന് അറിയാത്ത പ്രബന്ധം എഴുതുന്നവർക്ക് പോലും ഡോക്ടറേറ്റ് കിട്ടുന്ന കാലമാണ്. വിദേശ രാജ്യങ്ങളിൽ ചെറിയ കൈമടക്ക് കൊടുത്ത ഡോക്ടറേറ്റ്. കേരളത്തിന് പുറത്ത് കുറച്ചും കൂടി ചിലവ് വരും. എന്നാൽ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാതെ, കഷ്ടപ്പെടാതെ, കൃത്യമായി പ്രബന്ധം അവതരിപ്പിക്കാതെ, ഗവേഷണം നടത്താതെ ഒരു ഡോക്ടറേറ്റും ആർക്കും കിട്ടുന്നില്ല. അത്തരത്തിൽ കേരള സർവകലാശാല ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറൈൻ ബയോളജിയിൽ ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. നാട്ടിക BSNL ഓഫീസിന് സമീപം താമസിക്കുന്ന ചെമ്മരിക്കൽ ആൻഡ്രൂസ് ജോസഫ്, ബീന ദമ്പതികളുടെ മകളാണ് സ്നേഹ ആൻഡ്രൂസ്. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉത്തമ മാതൃകയായ CP സാലിഹ് ചെയർമാനായ CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശ്രീരാമൻ ചിറാപ്പാട ശേഖരത്തെ 5 ഏക്കർ സ്ഥലത്തെ കൊയ്തെടുത്ത നെല്ല് കുത്തി അരിയാക്കി വിവിധ മഹല്ലുകളിലെ ജീരക കഞ്ഞിക്കുള്ള അരിയായും അരിപ്പൊടിയായും നൽകും. കൂടാതെ ജാതിമത ഭേദമന്യേ CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകി വരുന്ന 10,000-കണക്കിന് റംസാൻ, വിഷു, ഈസ്റ്റർ കിറ്റുകളിലേക്ക് വേണ്ട അരിപ്പൊടിയും മറ്റും ഇതിൽ നിന്നാണ് തയ്യാറാക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബോർഡ് അംഗമായ വിൽസൺ പുലിക്കോട്ടിലാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. സുബൈദ, ശാന്ത, കമല എന്നിവരാണ് ഇത് തയ്യാറാക്കുന്നത്. കാഞ്ഞാണി സെന്റ് തോമസ് CG സ്കൂളിൽ പഠനോത്സവം ആഘോഷിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. BRC കോർഡിനേറ്റർ സ്മിത ടീച്ചർ, പ്രധാനാധ്യാപിക വിൻസി ഫ്രാൻസിസ്, MPTA പ്രസിഡന്റ് ജോബിത, സ്റ്റാഫ് സെക്രട്ടറി ഡെൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ അവതരണം നടന്നു. പഠന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തണ്ണീർത്തട സംരക്ഷണത്തിന്റെയും കുടിവെള്ള പദ്ധതിയുടെയും ഭാഗമായി നാട്ടിക രാമൻകുളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല അരുണൻ തറക്കല്ലിട്ട് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. ചടങ്ങിൽ രാമൻകുളം നവീകരണ സമിതി സെക്രട്ടറി CK സുഹാസ്, 5ാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV സെന്തിൽകുമാർ, CS മണികണ്ഠൻ, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷ B ജബ്ബാർ, നികിത P രാധാകൃഷ്ണൻ, സുബില പ്രസാദ്, IR സുകുമാരൻ മാസ്റ്റർ, MG രഘുനന്ദനൻ എന്നിവർ പങ്കെടുത്തു. മണലൂർ ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി തന്ത്രി കല്ലേലി ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹവനം, നവകം, അനുജ്ജ കലശം എന്നീ ചടങ്ങുകൾ നടന്നു.
അന്തിക്കാട് ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ക്ഷേത്രം സെക്രട്ടറി OS ശരത്, പ്രസിഡന്റ് CS മധുസൂദനൻ, ട്രഷറർ CB സതീഷ് ബാബു, മോഹനൻ കോലാട്ട്, ഉണ്ണികൃഷ്ണൻ എമ്പ്രാതിരി എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രന്യ ഭിനീഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരിത ഗണേശൻ, പഞ്ചായത്ത് മെമ്പർമാരായ CM നിസാർ, AT ഷബീർ അലി, KS ധനീഷ്, MS സുജിത്, മഞ്ജു പ്രേംലാൽ, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ടെസ്സി എന്നിവർ സംസാരിച്ചു. പ്രിയത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വയോജനരായിട്ടുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ജനറൽ വിഭാഗത്തിലെ നമ്മുടെ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നടത്തി. ഇപ്പം നമ്മൾ SC വിഭാഗക്കാർക്കുള്ള കട്ടിൽ വിതരണമാണ് നടത്തുന്നത്. രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന അന്തർ സംസ്ഥാന വാഹന മോഷ്ടാക്കളെ ചേർപ്പിൽ നിന്ന് പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പൊള്ളാച്ചിക്കോവിൽ പാളയം സ്വദേശി SK നിവാസിൽ സജിത്ത്, പുതുക്കാട് പുന്നത്താടൻ വീട്ടിൽ വിജിത്ത്, പുന്നത്താടൻ രഞ്ജിത്ത്, തൃശൂർ ചിയ്യാരം പള്ളിപ്പാടത്ത് സുനീഷ്, നന്ദിപുലം കരിയത്ത് വളപ്പിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ഫെബ്രുവരി 23-ന് ചേർപ്പ് പാറക്കോവിലിൽ നിന്ന് പുലർച്ചെ 2 മണിയോടെ മിനി ലോറി മോഷണം പോയിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പകൽ വാഹനങ്ങൾ കണ്ടെത്തി അർദ്ധരാത്രിയോടെ സ്ഥലത്തെത്തി സുനീഷും രഞ്ജിത്തും വിഷ്ണുവും വിജിത്തും ചേർന്ന് സജിത്തിന് മോഷ്ടിച്ച വാഹനങ്ങൾ കൈമാറും. സജിത്ത് മേട്ടുപാളയത്ത് പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സംഘത്തിന് വിൽക്കുകയുമായിരുന്നു പതിവ്. ഇവിടെ നിന്നാണ് അന്വേഷണ സംഘം മോഷ്ടിക്കപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്തിയത്.
കയ്പമംഗലത്ത് ആനയിടഞ്ഞു. മൂന്നുവിടിക ബീച്ച് കോഴിപ്പറമ്പിൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്ന പീച്ചിയിൽ ശിവൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് കുളിപ്പിച്ച് ക്ഷേത്രത്തിലെത്തിച്ച നേരത്താണ് ഇടഞ്ഞോടിയത്. ക്ഷേത്രത്തിന് സമീപത്തെ വഴിയിലൂടെ കുറച്ചു ദൂരം ഓടിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. തുടർന്ന് ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. കരാത്തെ ദോ ഗോജുക്കാനും കസോക്കുകായ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിന് കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഗോജുക്കാൻ വിദ്യാർത്ഥികൾക്കുള്ള യാത്രയയപ്പ് നടത്തി. തളിക്കുളം NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ ഷൈജ കിഷോർ ഉദ്ഘാടനം ചെയ്തു. കരാത്തെ ദോ ഗോജുക്കാൻ ചീഫ് ഇൻസ്ട്രക്ടറും നാഷണൽ പ്രസിഡന്റുമായ മധു വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ NSS കരയോഗം ഭാരവാഹികളായ വി ഗോപാലകൃഷ്ണൻ, ക്യാപ്റ്റൻ പി ശശിധരൻ നായർ, നിർമ്മല ടീച്ചർ, ഷോട്ടോ കിഡ്സ് കരാത്തെ അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ഷക്കീർ, കരാത്തെ ദോ ഗോജുക്കാൻ കേരള ജനറൽ സെക്രട്ടറി സാന്ദ്ര നവീൻ എന്നിവർ സംസാരിച്ചു. കരാത്തെ ദോ ഗോജുക്കാൻ ദേശീയ സെക്രട്ടറി മൃദുല മധു ദേശീയ മത്സരാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. TS നയന, പൂജിത MS, വൈഷ്ണവി വസന്ത്, ശബരിനാഥ്, ആനന്ദ് CM, ഋഗ്വേദ് എന്നിവരാണ് മാർച്ച് 26 മുതൽ 29 വരെ ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന ഗോജുക്കാൻ താരങ്ങൾ. പറഞ്ഞില്ല, ഒന്ന് വരണമെന്ന് പറഞ്ഞോളൂ. കരാട്ടെ നമ്മുടെ ഒരു ആർട്സാണ്. അതുപോലെ നമ്മുടെ ഓരോ കുട്ടികളും ഓരോ ആർട്സിലേക്ക് ഇങ്ങനെ തിരിയുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കുട്ടികൾ വേറൊരു ലഹരിയിലേക്ക് പോവില്ല. അവരുടെ ലഹരി ഇത് തന്നെയാണ്. കരാട്ടെ ആയാലും ജൂഡായാലും ഡാൻസ് ആയാലും പാട്ടായാലും അതിലേക്ക് പിള്ളേരെ നമ്മൾ അവർക്ക് എന്താണ് പാഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ നിർത്തണം. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്ന് വളരെയധികം കേരളം വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ഇത്രയും നല്ലൊരു രീതിയിൽ വളർന്നു വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഇപ്പോൾ 6 കുട്ടികൾ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അവർക്ക് നല്ല ദേശീയ ഇതിൽ നിൽക്കുമ്പോൾ നല്ലൊരു മെഡലുകൾ ലഭിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോതകുളം ബീച്ച് വട്ടപ്പരത്തി CP ജംഗ്ഷനിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദിവസത്തിൽ 30 പേർക്ക് വരെ ഡയാലിസിസ് ചെയ്യുവാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുങ്ങുന്നത്. കൂടാതെ ഫിസിയോതെറാപ്പി സെന്റർ, മെഡിസിൻ, കൌൺസിലിംഗ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭിക്കുമെന്നും ഇവയെല്ലാം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് അറിയിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല അരുണൻ, തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വാർഡംഗം ഷൈൻ നെടിയിരിപ്പിൽ, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരൊട്ടിപ്പുഴ, ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി കാനാടിക്കാവ്, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ, ട്രസ്റ്റ് അംഗം ശോഭ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. അല്ലെങ്കിൽ ഒരു ദേശസ്നേഹി, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ചെയ്തു കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനവിഭാഗത്തെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ രംഗത്ത് മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഇതിൽ വളരെയേറെ അനുയോജ്യമായ രീതിയിലുള്ള സമീപനമാണ് സാലിക്ക സ്വീകരിക്കുന്നത്. സാലിക്കയുടെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അധികാരികളെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് പറയാനും. കോരുന്ന കിണറ്റിലെ ഉറവുള്ളൂ എന്ന് പറയുന്ന മതി തന്നെയാണ്. അതാണ് എൻ്റെ പിതാവ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ വീടും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന
ഒരു കിണറും. അത് ഇവിടുത്തുകാർക്ക് അറിയാം. ഇവിടുത്തെ എത്ര വീട്ടുകാരുണ്ടോ ആ വീട്ടുകാരൊക്കെ 100 വർഷം മുമ്പ് വെള്ളം കുടിച്ചിരുന്നത് ഈ കിണറിൽ നിന്നാണ്. അത് പിതാവ് നിർമ്മിച്ചിട്ടുള്ളതാണ്. ശോഭാ സുബിന് ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ല. ശോഭാ സുബിൻ്റെ അച്ചാച്ചന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇവിടുത്തെ അച്ചാച്ചന്മാർക്ക് മാത്രമേ അറിയുള്ളത്. അത് ഇവിടെ ഈ പ്രദേശത്ത് ഞങ്ങളുടെയൊക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ നാളികേരവും നെല്ലും തന്നെയാണ്. ഇതാണ് ഇവിടെ 39 ഏക്കറോളം ലാൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളുടെ ലാൻഡായിരുന്നു. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിന്റെ KG വിഭാഗമായ ഗ്രേസ് കിഡ്സ് പ്രീ പ്രൈമറി സ്കൂളിൽ കോൺവെക്കേഷൻ നടത്തി. വലപ്പാട് SHO MK രമേശ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാനക്കയറ്റം ലഭിച്ച അഭിമാനത്തോടുകൂടി ഇരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ രക്ഷിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഞാനൊക്കെ 1ാം ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ അമ്മ വലിച്ചോണ്ട് പോകാൻ ചെയ്തിട്ടുള്ളത് റോഡിൽ കൂടെ. സ്കൂളിൽ പോകാൻ മടിയാണ്. ഇന്ന് കുട്ടികൾ സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ അവർക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റുള്ളൂ. ബാല്യകാലം നിഷേധിക്കപ്പെട്ട, ബാല്യത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട, സൗകുമാര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരുടെയും തെറ്റല്ല. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു പിതാവും മാതാവും അഥവാ ഒരു രക്ഷിതാവാകുമ്പോൾ, രക്ഷകർത്താവാകുമ്പോൾ നമ്മൾ ജീവിച്ച ജീവിതം നമ്മളുടെ മക്കൾ ജീവിക്കരുത്. നമ്മൾ ജീവിച്ച നിലവാരത്തിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ നമ്മളുടെ മക്കൾ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വാശിയുള്ളവരാണ്. സ്വാഭാവികം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ എത്തിക്കുന്നത്. പക്ഷേ അതോടൊപ്പം ജീവിതത്തിലെ ജയപരാജയങ്ങളെ കൃത്യമായി ഞാനൊന്നും കൂടി നമ്മളോടല്ല ഇവരോടൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് എനിക്കറിയാം. അപ്പം ജീവിതത്തിലെ ജയപരാജയങ്ങളെ എങ്ങനെ നേരിടുമെന്നും കൂടി നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. സ്കൂൾ മാനേജർ E.K. തോമസ് മാസ്റ്റർ അധ്യക്ഷനായി. നാട്ടിക വെസ്റ്റ് KM UP സ്കൂൾ പ്രധാനാധ്യാപിക CJ ജെന്നി ഗ്രാജുവേഷൻ നടത്തി. KG വിഭാഗം പ്രധാനാധ്യാപിക നൈസി ഷാജി, PTA പ്രസിഡന്റ് സജിനി മുരളി, MPTA പ്രസിഡന്റ് ചീതു ഷെറിൻ, KG അധ്യാപിക ജസ്ന എന്നിവർ സംസാരിച്ചു. തുടർന്ന് KG വിഭാഗം കുട്ടികളുടെ കലാപരിപാടികളും ഗ്രാജുവേഷൻ സെറിമണിയും നടന്നു. You are in my heart, in my heart. You are always in my heart. Bravo! Outstanding! Hooray! The music comes on, I stand proudly. Today I graduate. പെരിങ്ങോട്ടുകരയിൽ പിതാവിനെ മർദ്ദിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി വിവേകിന്റെ കൂട്ടാളികളുടെ വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തി. താന്യം തോട്ടാഞ്ചിറ സ്വദേശി പറമ്പിൽ രഞ്ജിത്ത് എന്ന വഞ്ചിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഇയാൾ പ്രദേശത്തെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണിയാണെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസും ഡെൻസാഫ് സംഘവുമാണ് തിരച്ചിൽ നടത്തിയത്. പരീക്ഷാഭീതിയെ മറികടന്ന് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ JCI തൃപ്രയാർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പുതിയങ്ങാടി മോഡൽ സ്കൂളിലാണ് എക്സൈറ്റിംഗ് എക്സാംസ് ട്രെയിനിംഗ് എന്ന പരിപാടി നടത്തിയത്.
JCI ത്രിപ്രയാർ ചാപ്റ്റർ പ്രസിഡന്റ് കൃഷ്ണ ഷൈൻ, JCI ഇന്റർനാഷണൽ ട്രെയിനർ നിർമ്മല പരമേശ്വരൻ, സോൺ ട്രെയിനർ മനോജ് കുന്നത്ത് എന്നിവർ ക്ലാസുകൾ നയിച്ചു. പഠന സമയത്തെ മികച്ച രീതിയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ട മാർഗങ്ങൾ ഉൾപ്പെടെ പരീക്ഷാ വിജയത്തിന് ആവശ്യമായ തന്ത്രങ്ങൾ സംബന്ധിച്ച് പ്രായോഗിക പരിശീലനം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കി. പ്രധാനാധ്യാപകൻ സൈനുദ്ദീൻ, അധ്യാപിക ബിജി, സിദേശ് ശശിധരൻ, അഞ്ജലി മനോജ്, കരീഷ്മ ഷൈൻ, സവിത് വേളയിൽ എന്നിവർ നേതൃത്വം നൽകി. JCI ത്രിപ്രയാർ വനിതാ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ത്രിപ്രയാർ സാന്ദ്രാസ് കോച്ചിംഗ് സെന്ററിൽ നടന്ന പരിപാടിയിൽ തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ ബയോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനു പി അഭിമന്യു ക്ലാസുകൾ നയിച്ചു. ക്യാൻസർ പ്രതിരോധം, പ്രാരംഭ കണ്ടെത്തൽ, ആരോഗ്യകരമായ മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ ഡോക്ടർ അനു പങ്കുവച്ചു. പ്രസിഡന്റ് കൃഷ്ണ TS, മെമ്പർമാരായ സൂരജ് വേളയിൽ, രാജി സുരാജ്, മനോജ് കുന്നത്ത്, അഞ്ജലി മനോജ്, നിർമ്മല പരമേശ്വരൻ, ധന്യ ഷൈൻ എന്നിവർ പങ്കെടുത്തു. സാന്ദ്രാസ് കോച്ചിംഗ് സെന്റർ ഉടമ സ്നിജ, വൈസ് പ്രസിഡന്റുമാരായ റിന്യ ലിഖിത, ശ്രീജിത്ത് US എന്നിവർ നേതൃത്വം നൽകി. ത്രിപ്രയാർ ബീച്ച് കല്ലയിൽ ശ്രീ രുദ്ധിരമാല ഭഗവതി ക്ഷേത്ര മഹോത്സവം മാർച്ച് 15 ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, രാത്രി മെഗാഷോ, തായമ്പക എന്നിവ നടക്കും. ക്ഷേത്രം തന്ത്രി ഐനിപ്പുള്ളി സുരേന്ദ്രൻ, മേൽശാന്തി പണിക്കശ്ശേരി സന്തോഷ് എന്നിവർ മുഖ്യ കാർമ്മികരാവും. ശ്രീനാരായണ ഗുരുവിന്റെയും കുമാരനാശാന്റെയും സന്ദർശനത്താൽ പ്രസിദ്ധമായ വലപ്പാട് അടിപ്പറമ്പിൽ തറവാട്ടിലെ യക്ഷിക്കാവിൽ ഞായറാഴ്ച പാമ്പിൻകളം നടക്കും. രാവിലെ ശുദ്ധികലശം, കൂറയിടൽ, ഗോളക സമർപ്പണം, പറയെടുപ്പ്, നാഗക്കളം എന്നീ ചടങ്ങുകൾ നടക്കും. വൈകിട്ട് യക്ഷിക്കളം, ചിന്തുപാട്ട്, ഭൂതകളവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് ഹരി ജയറാം കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12:30 രാത്രി 10 അന്നദാനമുണ്ടായിരിക്കും. ശ്രീ വിഘ്നേശ്വര, വലപ്പാട്, തൃശിവ കലാവേദി എന്നിവർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും അരങ്ങേറും. ലഹരിക്കെതിരായുള്ള ക്യാമ്പയിന്റെ ഭാഗമായി മഹിളാ അസോസിയേഷൻ താന്യം, തെക്ക്, വടക്ക്, പെരിങ്ങോട്ടുകര മേഖലാ കമ്മിറ്റികൾ ചേർന്ന് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. രക്ഷപ്പെടുത്തി കുടുംബാംഗമായി കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലേക്ക് തകർന്നിട്ടാണ് മക്കളെ കിട്ടുന്നത്. അവിടേക്ക് കടന്നു വരുന്ന അവന്റെ പേരിലുള്ള കഞ്ചാവ് പിടിച്ചിട്ട് MDMA കുട്ടത്തോടെ പിടിച്ചെടുത്തിട്ട് അതിനകത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് വരുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് വിവരം കൊടുത്ത അച്ഛനും അമ്മയും വരുമ്പോഴേ എന്റെ മകന് അങ്ങനൊരു വിഷയമില്ല കേട്ടാ. അപ്പൊ നമ്മുടെ പ്രത്യേകത എന്താ? നമ്മുടെ മക്കളെ നമ്മൾ നന്നായി വിശ്വസിക്കണം, തീർച്ചയായിട്ടും വിശ്വസിക്കണം. പക്ഷേ അവരെ മനഃശാസ്ത്രപരമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരെ വിശ്വസിക്കാൻ. അവരെ വിശ്വസിക്കുന്നു എന്ന് അവരോട് ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു സംശയം എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ് മോളെ, നീ പറഞ്ഞത് ശരിയാണ് മോനെ എന്ന് പറയുമ്പോഴും അവരറിയാതെ അവരുടെ മേലെ നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം എന്നുള്ളതാണ് സമൂഹത്തിലെ നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യേകതകൾ. രതി അനിൽകുമാർ അധ്യക്ഷയായി. ചെയർപേരിയ സെക്രട്ടറി TR മീര, പ്രസിഡന്റ് TB മായ, PC ശ്രീദേവി, സീനത്ത് മുഹമ്മദ് അലി, ഷൈനി ബാലകൃഷ്ണൻ, പ്രവിത സുബിൻ, സുജിത നിരേഷ്, തങ്കമണി ശശിധരൻ എന്നിവർ സംസാരിച്ചു. ഫ്ലാഷ് മോബ്, ലഹരി വിരുദ്ധ ജ്വാല തെളിയിക്കൽ എന്നിവയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച 200 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന്റെയും സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ദേശീയപാതയിൽ വാടാനപ്പള്ളി ഉപ്പുപടന്ന ഭാഗത്ത് സർവീസ് റോഡും നടപ്പാതയും യാഥാർത്ഥ്യമാകുന്നു. റോഡ് തകർച്ചയ്ക്കെതിരെ നാട്ടികയിൽ കോൺഗ്രസ് പ്രതിഷേധം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.